ചട്ടിച്ചോറ് ബേബി അല്ല കഴിക്കുന്നത്. ബേബി സാലഡ് ഓർഡർ ചെയ്തിട്ട് അത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ബേബിയുടെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഞാൻ ചട്ടിച്ചോറ് കഴിക്കുന്ന എടുക്കാവോ? അപ്പോൾ നമ്മുടെ ക്ലാസിക് റീജൻസിൽ ചട്ടിച്ചോറ് ട്രൈ ചെയ്യാൻ വന്നതാണ്. കഴിക്കുന്നതിൻ്റെ കൂടെ അപ്പോൾ ഏതൊക്കെ കറിയാന്ന് ഞാൻ പറയാം. ഇത് ഫ്രൈ ചെയ്ത് ശരിക്കും നമ്മുടെ ബീഫൊക്കെ പോലുണ്ട്. ശരിക്കും നോൺ വെജ് കാണുമ്പോഴും അതുപോലെ തന്നെ. പിന്നെ കക്ക, കൊഴുവ ഫ്രൈ, അയിലക്കറി മുളകിട്ടത്, മുട്ട വറുത്തത്, അവിയൽ, ചമ്മന്തി, അച്ചാർ, തോരൻ, പിന്നെ സാമ്പാർ. ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് കറികളൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അയിലയുടെ നടുക്ക് കുഴിയിട്ട് പിന്നെ ചോറ് കണ്ടോ, വെള്ളച്ചോറാണ്. പിന്നെ ഫിഷ് മാറ്റി, പിന്നെ ഈ ഫിഷ് മാറ്റി. നല്ല കൺസിസ്റ്റൻസി, പാകം. തവ ഫ്രൈഡാണ്. നമുക്ക് മുട്ടയും മാറ്റാം. പിന്നെ നമുക്ക് എന്ത് മാറ്റണം? അവിയലും കൂടെ മാറ്റിയേക്കാം. ഇവിടെ സാലഡ്, പിന്നെ ആ സാലഡ് വേണ്ടെന്ന്. അപ്പോൾ ബേബി ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലോലിപോപ്പ് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ വേറെ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മീൻകറിയും നല്ല ചോറ് കേട്ടോ. വേകാത്ത ചോറ് എനിക്കിഷ്ടമല്ല, ഇത് പാകത്തിന് വെന്ത ചോറ്. ഓ, തലേ ദിവസത്തെ മീൻകറി എന്ന് പറയത്തില്ല, അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ്. എന്നുവെച്ചാൽ പുളിയൊക്കെ പിടിച്ചിട്ട്. ഓ, ഇതാണ് കേട്ടോ ചട്ടിച്ചോറ്. മീൻകറി ഒന്നും പറയാനില്ല. പിന്നെ ഈ കായയുടെ ഇത് കണ്ടോ, ഭയങ്കര ടേസ്റ്റ്. ബേബി ഒന്ന് കഴിച്ചോ അങ്ങനെ. പിന്നെ കക്ക ഇറച്ചി, കക്ക ഫ്രൈഡ് കക്ക. നല്ല ടേസ്റ്റുള്ളൂ. എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചട്ടിച്ചോറ് മസ്റ്റ് ട്രൈ ആട്ടോ. ഞാൻ ഓൺ ടു ദ മാർക്ക്. അറ്റാക്ക്. മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് ട്രൈ. ഭയങ്കര ടേസ്റ്റ്, സൂപ്പർ. പിന്നെ നമുക്ക് സാമ്പാർ വേണമെങ്കിൽ ഈ ഫിഷ് കറി മാത്രം മതി. അതുമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. വേറെ ഒരു കറിയും വേണ്ട, അത്ര നല്ല അയലക്കറി. അപ്പോൾ എൻ്റെ ചട്ടിച്ചോറ് പകുതിയായി. അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ബേബി ഇപ്പോഴാണ് ഓർഡർ ചെയ്തത് ബേബിയുടേത്. അപ്പോൾ ബേബിക്ക് ഓർഡർ ചെയ്തതാണ് ലോലിപോപ്പ്. ഓൾറെഡി നമ്മളിവിടെ നിന്ന് ലോലിപോപ്പ് കഴിച്ചിട്ടുള്ളതാണ്. ഇവരുടെ നല്ല പെർഫെക്റ്റ് ലോലിപോപ്പാണ്. ഇന്നത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. Pretty hot. Should be hot, right? Good. നല്ല സോസ്. സോസ് നല്ലതല്ലേ? നല്ല കുക്ക്ഡാണ്, നന്നായിട്ട് കുക്ക്ഡാണ്. ആണല്ലേ? ക്രിസ്പി ബട്ട് ജ്യൂസി. അപ്പോൾ കഴിച്ചോളൂ, എൻജോയ്. നോക്കി എൻ്റെ പ്ലേറ്റ് നോക്കാവോ? അതെപ്പോഴും അങ്ങനെ തന്നെ. അതല്ല, ഇതിനകത്ത് റൗണ്ടിൽ വാഴയില പ്ലേസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ഫ്ലെയർഫുള്ളാണ്. ഒരു കറിയും വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മതിയായിട്ട് കുറേ നേരമായി. എന്നിട്ട് ഞാൻ ഒരു കറി എനിക്ക് ഇത്രയും ടേസ്റ്റുള്ള എങ്ങനെ വേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഇത്രയും മതിയായാൽ പിന്നെ ഞാൻ കഴിക്കത്തില്ല. എല്ലാം നല്ല ടേസ്റ്റ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ, ക്ലാസിക് റീജൻസിയിലെ ചട്ടിച്ചോറ്. ഇത്രയും നീ എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ചട്ടിച്ചോറ് ഞാൻ ചില സ്ഥലത്തൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇഷ്ടമാണെന്ന് പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ